അപ്പോൾ നമുക്കിനി രസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള കട്ടക്കായം ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പൊടിച്ചിട്ട് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കായത്തിന് പകരം കായപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്കത് ലാസ്റ്റ് ചേർത്താലും മതിയാകും. ഇനി കായവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 6-7 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു 8-10 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി കുറച്ചധികം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ രസത്തിന് കൂടുതലും ടേസ്റ്റ് കിട്ടും. ഇതെല്ലാം കൂടെ മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒട്ടും തന്നെ കരിഞ്ഞു പോവരുത്. അങ്ങനെയെങ്കിൽ രസത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായി